മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെയും ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന മൂവിയുടെയും ഏറ്റവും പുത്തൻ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ നാളെ റിലീസാവുകയാണ്. കൃത്യം 6 മണിക്കാണ് വൈകിട്ട് ട്രെയിലർ എത്തുന്നത്. ഈ ആഴ്ചയിൽ തന്നെ ശനിയാഴ്ചയോ ഞായറാഴ്ചയായിരുന്നു ആദ്യം ട്രെയിലർ പുറത്തു വിടാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ വേഗത്തിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി ട്രെയിലർ റിലീസ് നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഈ ഒരു ട്രെയിലറിനെ കൂടാതെ മറ്റൊരു ചിത്രത്തിന്റെ ടീസറും കൂടെ റിലീസിന്റെ ആ ഒരു സമയത്ത് പുറത്തുവിടാനുള്ള പദ്ധതിയുണ്ട്. മമ്മൂക്കയും മമ്മൂട്ടി കമ്പനിയും ഗൗതം വാസുദേവ് മേനോൻ എല്ലാം ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ വരുന്നതിന്റെ ഒരു പോസ്റ്റർ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗംഭീര ഒരു വെറൈറ്റി പോസ്റ്റർ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. 9-ാം തീയതി തിയേറ്ററിൽ എത്തുന്ന ആസിഫ് അലി മൂവിയാണല്ലോ രേഖാചിത്രം. ആ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ മമ്മൂക്കയുടെ തന്നെ ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ സംവിധായകനാണ്. വേണു കുന്നംപള്ളിയാണ് ആ ഒരു സിനിമ നിർമ്മിക്കുന്നത്. മമ്മൂക്കയുടെ തന്നെ മാമാങ്കം എന്ന് പറയുന്ന ചിത്രം അദ്ദേഹമായിരുന്നു നിർമ്മിച്ചിരുന്നത്. ചിത്രത്തിൽ മമ്മൂക്കയുടെ ഒരു പ്രസൻസ് ഉണ്ട്, മമ്മൂക്കയുടെ ഒരു ക്യാമിയോ റോൾ ഉണ്ട് എന്നുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം നേരത്തെ വന്നതാണ്. രേഖാചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ താല്പര്യം മാനിച്ചുകൊണ്ട് മാത്രമാണ് മമ്മൂക്കയുടെ ഡൊമിനിക് എന്ന ചിത്രം ജനുവരി 23 എത്തപ്പെട്ടത്. അല്ലെങ്കിൽ ജനുവരി ആദ്യം തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തേണ്ടതായിരുന്നു. രേഖാചിത്രം ജനുവരി 23 തിയേറ്ററിൽ എത്തുമ്പോൾ മമ്മൂക്കയുടെ മറ്റൊരു സിനിമ ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയാൽ ആ ഒരു സിനിമയുടെ കളക്ഷനെ ബാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണു കുന്നംപള്ളിയും ടീമും മമ്മൂക്കയുമായി സംസാരിച്ച് ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കാര്യങ്ങളെല്ലാം ജനുവരി 23 മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൊമിനിക് എന്ന ചിത്രം ജനുവരി അവസാനത്തിലേക്ക് എത്തപ്പെട്ടത്. ഡൊമിനിക്കിന്റെ ആദ്യ ടീസർ വന്ന സമയത്ത് മികച്ച രീതിയിലുള്ള ട്രോൾ ആയിരുന്നു ആ ഒരു ടീസറിന് കിട്ടിയത്. എന്നാൽ നാളെ ട്രെയിലർ വരുന്ന സമയത്ത് എന്താണ് സിനിമയുടെ ക്വാളിറ്റി എന്ന് ശരിക്കും വ്യക്തമാവും. ഇന്ന് പുറത്തു വന്ന ട്രെയിലർ അപ്ഡേറ്റിലെ പോസ്റ്ററിന് മികച്ച വരവേൽപ്പാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആസിഫ് അലി മൂവിയായ ചിത്രത്തിന് വേണ്ടിയിട്ടാണ്, മമ്മൂക്ക മൂവിയായ ഡൊമിനിക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജിനാസ്.